ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഹ്യുണ്ടായുടെ ഷോറൂമിലാട്ടോ. ഇവിടെ അരീക്കാടുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാ വണ്ടികളും ഇവിടെ ഏതൊക്കെ വണ്ടികളാണ്, ഏതൊക്കെ വേരിയൻ്റ് ആണുള്ളത്, ആ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ചോദിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. ബ്രോ, ബ്രോയുടെ പേരെന്താണ്? അഖിൽ. അപ്പോൾ ബ്രോ, ഇത് ഏതാണ് വണ്ടി? ഇത് നമുക്ക് എക്സറിൽ മൈക്രോ എസ് വിയിൽ വരുന്ന എക്സറിന്റെ SX സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ് അല്ല. നമുക്ക് എക്സർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. എക്സർ നമുക്ക് ഒരു 6,84,000 രൂപ തൊട്ടിട്ടാണ് മാനുവൽ വേരിയന്റ് സ്റ്റാർട്ട് വരുന്നത് അല്ലേ? 6,84,000. അത് ഓൺ റോഡ് പ്രൈസ് ആണല്ലേ? അപ്പൊ അത് മുതലാണ് ഈ മൈക്രോ എസ് വി സ്റ്റാർട്ട്. ഇതിൽ എഞ്ചിൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിൽ നമുക്ക് 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ, അതേപോലെ തന്നെ 1.2 ലിറ്റർ കാപ്പ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതേപോലെ തന്നെ CNG വരുന്നത്. ഓക്കെ, അപ്പൊ മൈലേജ് കൺസേൺ ഉള്ള ആൾക്കാർക്ക് CNG ലേക്കും പോകാനോ? 3 ഓപ്ഷനും കൊടുക്കുന്നു. ഇതിന്റെ ഒരു ഇത് കൂടുതൽ ലേഡീസ് പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണോ? അതെ, ഇപ്പൊ എങ്ങനെ വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വണ്ടികൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സെഗ്മെന്റിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,84,000 ഓൺറോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു SUV ലുക്കിലേക്ക് വരുന്നുണ്ട്. ഹൈറ്റിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും, റോഡൊക്കെ കണ്ടിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു വണ്ടിന്റെ ഒരു കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞ 6 ലക്ഷം മുതൽ 6,84,000 മുതൽ എത്ര വരെയാണ്? 10 ലക്ഷത്തി സംതിങ് വരെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വിളിച്ചാൽ മതിയല്ലോ, കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഏകദേശം പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത്? എത്ര ഫീച്ചർ, എത്ര വേരിയൻസ് എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ്? ബേസ് മോഡൽ തൊട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേരിയൻസ് ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് ആപ്റ്റ് ആയ വേരിയൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ ഹുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള വേരിയൻസ് ഇറക്കുന്ന മാനുഫാക്ചറാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു 9 ലക്ഷം രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോ ഒരു 7 ലക്ഷം രൂപയ്ക്ക് എക്സൽ ഒരു സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് വരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതില് ആ ഓട്ടോമാറ്റിക്കിന് ഏകദേശം എത്ര റേറ്റ് വരും? എങ്ങനെ ഓൺറോഡിന് നമുക്ക് വരുന്ന പ്രൈസ് പറഞ്ഞാൽ 7,54,000 രൂപയാണ്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറയാനുള്ള ചാൻസസ് വെഹിക്കിൾ അവൈലബിലിറ്റി അനുസരിച്ച് കുറയില്ല. ചിലപ്പം നിങ്ങൾ ഇയർ ബാക്ക് ഒക്കെ എടുക്കുകയാണ് കുറച്ചുകൂടി നന്നായിട്ട് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങൾ എക്സ്ട്രാ ആണ് നോക്കണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്ത വണ്ടി ഇത് ഏതാണ് ബ്രോ? i20 അല്ലേ? i20 എങ്ങനെയാണ്? i20 നമ്മുടെ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ആണല്ലോ? അല്ല, i20 നമുക്ക് പ്രീമിയം ഹാഷ് ബാക്ക് ആയിട്ട് വരുന്നത്. ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? ഇത് നമുക്കൊരു 8 ലക്ഷത്തി സംതിങ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് 8 ലക്ഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രീമിയം ഹാഷ് ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണല്ലേ അത്? ഇതിനെ കുറിച്ചിട്ട് i20നെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രയും പ്രീമിയം സാധനമാണ്. ഇത് ബേസ് മോഡലാണോ വരുന്നത്? ഇത് നമുക്ക് വരുന്നത് i20യുടെ മാഗ്ന വേരിയന്റ് ആണ്. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത സൺറൂഫും കൂടി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പുതിയൊരു ഓപ്ഷൻ ആയിട്ട് സൺറൂഫും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെന്റ് നമുക്ക് ഇവിടെ ജെന്യുവൻ ആയിട്ട് ഒരു 15,000 റുപ്പീസിന് നമുക്ക് ചെയ്യാൻ പറ്റും. അത് 15,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്ക്രീൻ മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം വാല്യൂ ഫോർ മണി ആവും ചെയ്യും, നിങ്ങൾക്ക് സൺറൂഫ് കാര്യങ്ങളും കിട്ടും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കിയത് പ്രശ്നമില്ലല്ലോ അല്ലെ? ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇവിടെ തന്നെ ചെയ്യുമ്പോൾ പിന്നെ വാറന്റി പ്രശ്നം. ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിറർ, 4 ഡോർ പവർ വിൻഡോസും അതിന്റെ കൂടെ സൺറൂഫ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് ഓൾറെഡി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സൺറൂഫ് കൊടുക്കുന്നതുകൊണ്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ജസ്റ്റ് ഒഴിവാക്കിയെന്നുള്ളൂ. അപ്പം ഇവിടെ പവർ വിൻഡോ കാര്യന്റെ ഇതൊക്കെ ഉണ്ട്. ഇതൊരു ഫോൾഡും ഉണ്ട് അല്ലേ? ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഫോൾഡ് വേണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ഫോൾഡ് നമ്മൾ ക്രെറ്റബിൾ വണ്ടികൾക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ ആക്സറീസ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. പറ്റുമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതാണ് എന്റെ ഇന്റീരിയർ വരുന്നത്. അപ്പൊ ഏകദേശം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സൺറൂഫും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതൊരു വലിയ ക്യാച്ച് ആയിട്ട് തോന്നി, സൺറൂഫും കാര്യം. ഇത് എത്രാമത്തെ മോഡലാണ്? മിഡ് ആണോ? അല്ല, ഇത് നമുക്ക് വരുന്നത് നേരെ സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് മുതൽ സൺറൂഫും കാര്യങ്ങളും കൂടുന്നു. അപ്പൊ സൺറൂഫ് താല്പര്യമുള്ള ആൾക്കാർക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ഇതിന്റെ മോഡൽ ഏതായിരുന്നു പറയേണ്ടത്? ഇത് മാഗ്ന എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് എടുക്കാൻ പറ്റി, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റുകയാണെങ്കിൽ നല്ല അടിച്ചു പൊളിച്ച് കൊണ്ടുനടക്കാൻ പറ്റിയൊരു ഹാച്ച് ബാക്ക് ആണ് കേട്ടോ. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് തോന്നുന്നു എൻട്രി ലെവൽ ആയിട്ടുള്ള മോഡൽ അല്ലേ? നിയോസ് ആണല്ലേ? ഗ്രാൻഡ് ഐറ്റൺ നിയോസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് 6,62,000 രൂപ തൊട്ടാണ് ഓൺറോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6,62,000 രൂപ മുതൽ ഓൺറോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് ഗ്രാൻഡ് ഐറ്റൺ നിയോസ് അല്ലേ? അപ്പൊ ഇതിലും ഫീച്ചർ വരികയാണെങ്കിൽ 1.2 തന്നെയാണല്ലേ? 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. സെയിം നമുക്ക് ഇതിൽ നിയോസിൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് 1.2 ലിറ്ററിൽ, അതേപോലെ തന്നെ CNG വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഇനി ചെറിയൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ആണല്ലേ? പിന്നെ ഗ്രാൻഡ് ഐറ്റൺ ആയതുകൊണ്ട് നല്ല സ്പേസും ഉള്ളിലുണ്ട്. നല്ല സ്പേസും ഉണ്ട്. നമുക്ക് സിറ്റി ട്രാഫിക്കിനും ആ ഒരു പാർക്കിങ്ങിനും കൊണ്ടുനടക്കാൻ പറ്റും. അതിന്റെ കാര്യത്തിൽ സേഫ്റ്റിന്റെ കാര്യത്തിലൊക്കെയാണ് നമുക്ക് ഇതിൽ തന്നെ ഈ 6,62,000 രൂപ തുടങ്ങുന്ന ഈ ഒരു വേരിയന്റിൽ തന്നെ 6 എയർ ബാഗ് കൊടുക്കുന്നത്. 6 എയർ ബാഗ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആണ് അല്ലേ?
അപ്പം എടുക്കാൻ പറ്റി ഇതിന്റെ ചില കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കാറുണ്ടായിരുന്നു എന്താണ് റെഡ് ഒക്കെ അട്രാക്റ്റീവ് അതേമാതിരി അക്വറ്റിയിൽ ഈ കളേഴ്സ് ഒക്കെ എന്ത് അട്രാക്റ്റീവ് കളേഴ്സ് ആണ്. ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് വാക്കറൗണ്ട് ചെയ്യാം. അപ്പോൾ ഗ്രാൻഡ് ഐറ്റം ന്യൂസിന്റെ ഇന്റീരിയറും കാര്യങ്ങളും എങ്ങനെയായിട്ടാണ് വരുന്നത്. ഇത് ഏതായിരിക്കും മോഡൽ വരുന്നത്? ഇത് നമ്മളെ ഐ മീൻ നിയോസിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മിഡ് ഓപ്ഷൻ ഒക്കെ ആയിട്ട് വരും. ഏകദേശം ഒരു മിഡ് ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. കാരണം ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മിറർ ഫോൾഡിങ്, 4 ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, ക്രൂയിസ് കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ആഡഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ അലോയ്ക്ക് പകരം അലോയ് പോലെ തോന്നുന്ന സ്റ്റൈൽഡ് വീലും എന്തുണ്ട് ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ ലുക്കും കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത് മിററിന്റെ മുകളിലാണ് വരുന്നത്. ഇവിടെയാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ഇത് വരുന്നത് അല്ലേ? ഇതിന് എത്ര റേറ്റ് ഒക്കെ വരുന്നത്? നമുക്ക് ഓൺ റോഡ് വരുന്നത് 8,10,000 രൂപ. 8,10,000 രൂപ അല്ലേ? 8,10,000 നിങ്ങൾക്ക് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പർ മോഡൽ വരും. ഇതൊന്നും ഓഫർ ഇല്ലാത്ത പ്രൈസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അത് ഡെഫിനറ്റ്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ കറന്റ് ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് വിളിച്ചു നോക്കിയാൽ മതി. ഞാൻ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ബിഗിനർ ലെവൽ ഉള്ള വണ്ടികളുള്ളത്. നമുക്ക് ക്രെറ്റ കാര്യങ്ങളുണ്ട്, അതേപോലെ വെർണ ഉണ്ട്. വെർണൊക്കെ എത്രയാണ് ബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏകദേശം നമുക്ക് 13 സംതിങ് തൊട്ട് ഏകദേശം സ്റ്റാർട്ട് വരുന്നുണ്ട് അല്ലേ? 13 മുതൽ നമുക്ക് വെർണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സെഡാൻ പ്രേമികളാണെങ്കിൽ വെർണയിലേക്ക് പോകാം. ടോപ്പ് എൻഡിലൊക്കെ നമുക്ക് അഡാസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, വെർണ കാരണം എല്ലാരും നോക്കിയിരുന്ന ഒരു വണ്ടിയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ആയല്ലോ, നമ്മളിപ്പോ SUV ഷിഫ്റ്റ് ആയല്ലോ. പിന്നെ ഡോക്ടേഴ്സ് അഡ്വക്കേറ്റേഴ്സ് ഒക്കെ കൂടുതൽ വണ്ടിയാണ് വെർണയാണ് അല്ലേ? ലോങ് ട്രാവൽസിന് കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെർണയാണ്. അതേപോലെ നമുക്ക് ക്രെറ്റയും ഉണ്ട്. ക്രെറ്റയിലും നമുക്ക് SUV-കളുടെ ഒരു രാജാവ് ആ സെഗ്മെന്റിലുള്ള സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു വണ്ടിയാണ് ക്രെറ്റ അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ടോപ്പ് ആ സെഗ്മെന്റ് ഭരിക്കുന്നത് ക്രെറ്റയാണ്. മിഡ് സൈസ് SUV എന്നുള്ള സെഗ്മെന്റ് 2015 ലോഞ്ച് ചെയ്ത് തൊട്ടിട്ട് നമുക്കൊരു 10 years സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു മോഡലും കൂടിയാണ് ക്രെറ്റ അല്ലേ? അപ്പൊ ഏകദേശം ക്രെറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര? ക്രെറ്റ നമുക്കൊരു 1280 തൊട്ടിട്ട് 1289 തൊട്ടിട്ട് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ക്രെറ്റന്റെ ഒരു റേഞ്ച് ഒക്കെ വരുന്നത്. അപ്പൊ ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോപ്പുലർ ഹുണ്ടായിലേക്ക് വിളിക്കുക. ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് ഇയർ ബാക്ക് ആയിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെസ്റ്റ് ഓഫേഴ്സും ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വണ്ടി എടുക്കാനുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ് കേട്ടോ. കാരണം ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. കാരണം അവർക്കും വണ്ടി കച്ചവടം ചെയ്യണം, നിങ്ങൾക്കും വണ്ടി വേണം. അപ്പം മാക്സിമം ഡീല് സെക്യൂർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. പിന്നെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കും. അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. കുറച്ച് വണ്ടികളുള്ളൂ, അതുകൊണ്ടാണ് കറക്റ്റ് പ്രൈസും കാര്യങ്ങളും പറയാത്തത്. നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡീലിൽ നല്ല വണ്ടികൾ കൊണ്ടുപോകാം. എന്തായാലും വണ്ടി എടുക്കല്ലേ, ഓഫർ കിട്ടിയാൽ ലാഭമല്ലേ, അതാണ് സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. ചോദിക്കാൻ പറ്റും, നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെ, നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാ വണ്ടികളുടെയും ടെസ്റ്റ് ഡ്രൈവ് നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പം വെന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വെന്യൂന്റെ ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ? വെന്യൂ നമുക്ക് സ്റ്റോക്കുകൾ ചില വേരിയൻസ് ഉണ്ട്, അതിന് നമുക്ക് അട്രാക്റ്റീവ് ആയ ഓഫേഴ്സ് ഉണ്ട്, കൊടുക്കുന്നുണ്ടല്ലേ? ഓ ഗ്രേറ്റ്. അപ്പം വെന്യൂന് നമുക്ക് പുതിയതായിട്ട് വെന്യൂന് വരെ ഓഫർ ഉണ്ടെന്നാണ് കേട്ടോ പുള്ളി പറഞ്ഞത്. നമ്മൾ ഓഫർ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ വിളിച്ചു നോക്കിയില്ലേ വണ്ടി അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മാത്രമാണ് ഓഫർ ഉള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അത് ഇഷ്യൂ ആവും, അതിനോണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. നിങ്ങൾ ജെന്യൂൻ കസ്റ്റമർ ആണ്, എന്തായാലും വിളിച്ചു നോക്കൂ. കാരണം ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം, വണ്ടി എടുക്കാൻ പറ്റിയൊരു ടൈം ഇപ്പോഴാണ്. നിങ്ങൾക്കും ഓഫർ ഉണ്ട്, വണ്ടിക്കും എന്താ പറയുക നമുക്കും വിറ്റ് പോകണം, അതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ, വിളിച്ചു നോക്കൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നമ്മളെ ഈ 2025 സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെന്യൂ അടക്കേണ്ടതാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയിട്ട് വണ്ടി ഉണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്യൂ. എന്നിട്ട് ഓഫർ എന്താണെന്നുള്ളത് നിങ്ങൾ സംസാരിച്ചിട്ട് വന്ന് ബുക്ക് ചെയ്യൂ കേട്ടോ. കാരണം വണ്ടി ഇപ്പോൾ എടുക്കാന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫർ, ബെസ്റ്റ് ടൈമാണ്, ഓഫറും കാര്യങ്ങളും ഉള്ള ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിസ് ചെയ്യാതെ വണ്ടി എടുക്കും. വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് വന്ന് ചെക്കൗട്ട് വെക്കും. നമ്മളെ ഷോറൂം വരുന്നത് ഇവിടെ നല്ലളത്താണ്. ജിയോ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പോലീസ് സ്റ്റേഷനൊക്കെ അടുത്ത് തന്നെയാണ്. പോപ്പുലർ ഹുണ്ടായിന്റെ ഷോറൂമിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ലളം എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ്. അപ്പോൾ ഒന്ന് വന്ന് ചെക്കൗട്ട് ചെയ്തു. പോപ്പുലറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കേരളം ഒന്നായിട്ടുള്ള ഷോറൂമുകൾ ഭരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ്. നമ്പർ ഞാൻ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.